ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയുള്ള ഒരു ഹെയർ ക്ലിപ്പിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഹെയർ ക്ലിപ്പ്, ഓർഗൻസ റിബൺ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കേട്ടോ. അപ്പോൾ ഇതേ ഫ്ലവർ തന്നെ നമുക്ക് സാറ്റിൻ റിബണിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഓർഗൻസ റിബണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 60 സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നീളം വീതിയോ കൂടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ രണ്ടറ്റങ്ങളും ഒപ്പം വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അറ്റം മുറുക്കിയിട്ട് ആ രണ്ട് പീസിനെയും നമുക്ക് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു ഒറ്റ പീസാണ് കേട്ടോ. 60 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തിട്ടുള്ള പീസാണ്. അതിൻ്റെ അറ്റം മുറുക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഓർഗൻസ റിബൺ ആയത് കാരണം തന്നെ പെട്ടെന്ന് ഉരുകിപ്പോരും. അപ്പോൾ നിങ്ങൾ കുറച്ച് അകലെ പിടിച്ചിട്ട് വേണം ഇത് ഉരുക്കി ഒട്ടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിനെ തുന്നി കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ സൂചി നൂല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൂലൊരൊറ്റ ചുറ്റിലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു റിബൺ ആയത് കാരണം തന്നെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുമ്പോൾ വലിക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോരൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് ഫുള്ളായിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കണ ഈ ഒരു ക്ലിപ്പിന് ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, നമുക്ക് കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ നമുക്ക് തുന്നി പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കരുത്. അതിന് പകരമായിട്ട് നമ്മൾ സൂചി നൂല് യൂസ് ചെയ്തിട്ട് തുന്നിയിട്ട് ഫിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഗ്ലൂ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാഷ് ചെയ്യുമ്പോൾ ഒക്കെ പെട്ടെന്ന് ഇളകിപ്പോരും. അപ്പോൾ നമ്മൾ ആ ഒരു കെട്ട് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കെട്ട് കാണുന്ന ഭാഗമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗം. അപ്പോൾ അതുവരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. നമ്മളിതിനെ കെട്ടിട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ടൊന്നുമില്ല, ആ ഒരു കെട്ട് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ടറ്റം കൊണ്ട് പിടിച്ചിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3 or 4 കെട്ടിട്ട് കൊടുക്കുക. പെട്ടെന്ന് അഴിഞ്ഞു വരാതിരിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ടറ്റങ്ങൾ ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ. മാക്സിമം നല്ല ടൈറ്റിൽ കെട്ടുക കേട്ടോ. സെൻറ്ററിൽ അധികം ഹോൾ വരാത്ത രീതിയിൽ ടൈറ്റിൽ കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് 2 ഫ്ലവർ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മേലത്തെ ലെയറാണ് കേട്ടോ. അപ്പോൾ താഴത്തെ ലെയർ ഞാൻ മുമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 1 മീറ്ററിലാണ് 1 മീറ്ററിൽ കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ ഫ്ലവർ ആക്കി എടുത്തിട്ടില്ല കേട്ടോ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 100 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പോൾ 100 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഒരു ഫ്ലവർ ഞാൻ മുമ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് 2 ഫ്ലവർ. ഇപ്പോൾ ലെഫ്റ്റിലുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഈ കാണിക്കുന്നത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ വലിയ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഹോള് വരുന്ന തരത്തിലായിരിക്കണം നമ്മൾ കെട്ടിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ പീസിനെ ഈ വലിയ പീസിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് സെൻറ്ററിലൊരു സ്റ്റോൺ ഒട്ടിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ഹെയർ ക്ലിപ്പായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഈ ഒരു മോഡലല്ല കേട്ടോ. ഈ ചുറ്റിൽ ഇതുപോലെ ഗ്ലൂ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ചെറിയ പീസിനെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു സ്റ്റോൺ ഇതുപോലെ വെച്ചിട്ട് ആ ഒരു ഹോളിനെ കവർ ചെയ്യാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹെയർ ക്ലിപ്പായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ മോഡലല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ പിടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലവറിന് ഇതുപോലെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്തിട്ട് നമ്മൾ ആ വലിയ ഫ്ലവറിൻ്റെ ആ ഒരു ഹോളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് ആ ഒരു ഹോളിൻ്റെ നല്ലതുപോലെ ഉള്ളിൽ കാവരുത് കേട്ടോ. ജസ്റ്റ് അതിലേക്ക് ഒന്ന് കടന്നു നിന്നാൽ മതി. ഇപ്പോൾ ഗ്ലൂ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിനെ പുറത്തേക്ക് തന്നെ പോരും. അപ്പോൾ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കാം. അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗം ഒട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം കേട്ടോ. ഈ സൈഡുകളൊന്നും ചിലപ്പോൾ കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കാം. നമ്മുടെ ഫ്ലവർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ആ ഒരു ഹോളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഫെൽറ്റ് വെച്ചിട്ട് കവർ ചെയ്യും. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഫെൽറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3 സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അറ്റങ്ങളൊക്കെ ലൈറ്റർ വെച്ചിട്ട് ഉരുക്കി കൊടുത്തിട്ടുള്ളതാണ്. 2 സൈഡിലും ഇതേപോലെ ഒരു കട്ടിങ് കൊടുക്കുക. എന്നിട്ട് അതിന് അലിഗേറ്റർ ക്ലിപ്പ് കടത്തി വെച്ചെടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും.
അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സൈഡിലും ഗ്ലൂ ചെയ്തിട്ട് ഈ ഒരു ഫെൽറ്റിനെ ക്ലിപ്പിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട് പോണത്. അപ്പോൾ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ഗ്ലൂ ചെയ്യുക. എന്നിട്ട് ആ ഒരു ഫ്ലവറിലേക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലവറിലേക്ക് ഒട്ടിച്ചെടുക്കുമ്പോൾ ആ റിബണൊക്കെ മടങ്ങിയിരിക്കേണ്ട കറക്റ്റ് നിവർത്തി കൊടുത്തിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആ റിബണൊക്കെ മടങ്ങിയതിന് കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു ഫെൽറ്റിനെ പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം കേട്ടോ, ഒന്ന് ഡ്രൈ ആവുന്നവരെ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഹെയർ ക്ലിപ്പ് സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പാണ്. അതേപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലൊക്കെ ചെയ്ത് നോക്കി നോക്കുക. കുട്ടികൾക്കായാലും സെയിൽ ചെയ്യാനാണെങ്കിലും കസ്റ്റമേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പാണ്. അപ്പോൾ ഞാൻ ഓർഗാൻസയിൽ ഈ ഒരു കളറിന് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സാറ്റിൻ റിബണിൽ ചെയ്തിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നമ്മളെ വീഡിയോസ് കാണുക കേട്ടോ. അപ്പോൾ ഇതാണ് സാറ്റിൻ റിബണിൽ ചെയ്തിട്ടുള്ളൊരു വർക്ക് കേട്ടോ. ഇതേ ഫ്ലവർ തന്നെയാണ്, ഒരു 2 ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം കേട്ടോ.